നമസ്കാരം പ്രിയപ്പെട്ടവരെ. സത്യം പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇതൊക്കെ പറയാൻ ഇയാൾക്കല്ലാതെ ഈ ഭൂമി മലയാളത്തിൽ വേറൊരാളെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ഒരേ സമയം ഈ രണ്ട് സ്വഭാവം കാണിക്കുന്നവരെ നമ്മൾ എന്താ പറയുന്നത്, അത് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. അപ്പം അത്തരത്തിൽ രണ്ട് സ്വഭാവം കാണിക്കുന്ന പൂഞ്ഞാറിൻ്റെ സ്വന്തം പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള ഈ വൃത്തികെട്ട ഊളയുടെ ഒരു വീഡിയോ ഇപ്പം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പൂഞ്ഞാറിൽ ഏതാണ്ട് STPയുടെ ഏതാണ്ട് ഒരു 12ഓളം സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ STP അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഘികളും കൂസന്മാരും പെട്ടെന്ന് നമ്മുടെ പബ്ലിക് ക്ലോസറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു വീഡിയോ മസ്റ്റായിട്ട് ചെയ്യണം. അത് ഇവിടുത്തെ മുസ്ലിങ്ങളെ ഒന്ന് തടകി തലോടി അവരെ ഒന്ന് തേനും പാലും ഒക്കെ ഒഴുക്കി കുറച്ച് നല്ല ഡയലോഗ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനിൽ ഒരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിനു മുമ്പ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വീഡിയോ കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ആദ്യം ഇതൊന്ന് കേട്ടാലോ. നമ്മുടെ പൂഞ്ഞാറിലെ ഈ പബ്ലിക് ക്ലോസറ്റ് മുസ്ലിങ്ങളെ കുറിച്ചിട്ട് പറയുന്ന കേട്ടോ, നല്ല കാര്യങ്ങളാണ്, കേട്ടോളൂ. ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭൂ ഉടമയെന്ന് പറയുന്നത് നമ്മുടെ ആരാ? അല്ല അല്ല ഒന്നാമതുള്ളത് റെയിൽവേ ആണ്. അതെ, രണ്ടാം സ്ഥാനം പട്ടാളത്തിനാണ്, മൂന്നാം സ്ഥാനം വഖഫിന്. എങ്ങനെയാണ് വഖഫിന് മൂന്നാം സ്ഥാനം വന്നത്? അത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും മുഖം ചുളിയും. മൂന്നാം സ്ഥാനത്ത് വഖഫ് വരാൻ കാരണം ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയ ജനങ്ങളുടെ സ്ഥലം മുഴുവൻ ഇന്ത്യ ഗവൺമെന്റായിരുന്നു. അതായത് വല്യപ്പൻ മുസ്ലിമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു, പച്ചയ്ക്ക് പറയുക കേട്ടോ നിങ്ങൾ. നെഹ്റുവിന് വല്യപ്പൻ മുസൽമാനാണ്. അത് പറയുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ്. നെഹ്റു മുസൽമാനാന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സംശയം ഉണ്ടെന്നുള്ള വേറെ കാര്യം. ആ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിൽ നിന്ന് സർക്കാരിന്റെ കയ്യിലിരുന്ന ഭൂമി മുഴുവനും കൂടി വഖഫിന് വിട്ടുകൊടുത്തത്, അറിയാമോ? അതോടുകൂടി ആ വഖഫ് മുതലാളിയായത്. ശരീഅത്ത് ആരുടെ ശരീഅത്ത്? എന്നാ നിയമം? ഇതൊന്നും ശരിയല്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതമാണ്. ഈ ഭാരതത്തിൽ ഹൈന്ദവ രാഷ്ട്രമാണ്. ഇത് ഞാൻ ഒളിച്ചു വെക്കാതെ പറയാം. ഞാനിവിടെ നിൽക്കുന്ന വർത്തമാനം പറഞ്ഞ് ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ഹൈന്ദവനാണ്. ഹിന്ദു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. ആ സംസ്കാരം ഇട്ട് വെച്ച് പേർഷ്യൻ സംസ്കാരമായിട്ട് ഇവിടെ ഓരോരുത്തരൊക്കെ വനീകർ വന്നിട്ട് ഭരിക്കാൻ വന്നാൽ സമ്മതിക്കുന്നു, അടിച്ചിറക്കും. മനസ്സിലായില്ലേ? ഭരണഘടന ബഹുമാനിച്ചു പോകുന്നവരെ ഇവിടെ മതി. ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ആ ബഹുമാനിക്കാത്ത ഒരുത്തനെ ഇന്ത്യക്കകത്ത് നിർത്താൻ പാടില്ല. ആ ട്രംപും കൂടെ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപിനെ എല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതുകൊണ്ട് അത് കൂടെ പറയാം. ആ അങ്ങേര് കൊള്ളാം, മിടുക്കന. അങ്ങേര് വന്നപ്പോൾ അഭിമാനെ നിലപടിപ്പിക്കാൻ പറ്റുമെന്ന് എൻ്റെ വിശ്വാസം. പൗരത്വ ഭേദഗതിയെ പറ്റിയിട്ട് വലിയ അതെല്ലാം ഇപ്പം തീർന്നല്ലോ, സൂക്കർ തീർന്നല്ലോ. ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. അതിനകത്ത് ആരും ഞങ്ങളെ പേടിപ്പിക്കാൻ വന്നാലും പേടിക്കുന്ന പ്രശ്നമില്ല. BJPയുടെ സംസ്കാരം അതാണ്. നമ്മൾ ആരും ഉദ്ധരിക്കാനില്ല, ആരും മോശമാക്കാനില്ല, നന്മ മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ഭരണഘടനയെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഉൾപ്പെടെ സംഘികൾ ഒരെണ്ണത്തിനെയും ഇന്ത്യ മഹാരാജ്യത്ത് നിർത്താൻ പാടില്ല. കാരണം അടിച്ച് കണ്ടം വഴി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഓടിച്ചു കളയണം. കാരണം ഭരണഘടനയെ അംഗീകരിക്കാത്ത, രാഷ്ട്രപിതാവിനെ അംഗീകരിക്കാത്ത, രാഷ്ട്രത്തിൻ്റെ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കാത്ത, ഉൾക്കൊള്ളാത്ത ഈ ഊളകളാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിയതാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളതൊന്ന് കാണണം. കാരണം മുസ്ലിങ്ങളെ കുറിച്ചിട്ടും മുസ്ലിങ്ങളുടെ സ്വത്തായിട്ടുള്ള വഖഫിനെ കുറിച്ചിട്ടൊക്കെ ഈ മഹാവേന്ദ്രൻ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയമായതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സംഭവ ഏകദേശമൊക്കെ പിടികിട്ടും. പൂഞ്ഞാറിയും കക്കൂസ് PC ജോർജ് പുതിയ ഉടായിപ്പായിട്ട് ആദ്യം പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഈ പൂഞ്ഞാറിനെ പുറത്തുനിന്ന് ആരും കാണാറില്ല. വീട്ടിലെ കക്കൂസ് തന്നെ കുത്തി ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പച്ച വർഗീയത പറയുന്നത് ഇത്രയും ദിവസം. അപ്പൊ സംഘികളും ക്രിസംഘികളും കൂടി പറഞ്ഞ് പൂഞ്ഞാറി ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്ന രീതിയിൽ 2-3 വർത്തമാനം പറയാന്ന്. അങ്ങനെ ഒരു ചാനൽ ഇരുന്നിട്ട് 2 ദിവസമായി പൂഞ്ഞാറിയൻ മുസ്ലിങ്ങൾ ഇങ്ങനെ സുഖിപ്പിച്ചോണ്ടേയിരിക്കുന്നത്. അതായത് അമ്മാതിരി കുംഭസാരാന്ന് PC ജോർജ് ആ ചാനൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ നല്ലവരാണ്, മുസ്ലിങ്ങളെ പോലത്തെ തങ്കക്കുടങ്ങൾ ഇന്ത്യയിലെന്നല്ല ലോക രാജ്യങ്ങളിൽ എവിടെയില്ലെന്നാണ് ഇപ്പൊ നമ്മളെ PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പൂഞ്ഞാറിയും ജോർജ് മുസ്ലിങ്ങളെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടല്ല, ഹിന്ദുവായ എന്റെ കണ്ണുനീര് ഇങ്ങനെ തുളുതുളാന്ന് ഒഴുകിയിട്ടുണ്ടല്ലോ. എന്റെ വീടിന്റെ അപ്പുറത്ത് 2 കുളങ്ങളായി, കണ്ണുനീരിന്റെ 2 കുളങ്ങളായി എന്റെ കണ്ണുനീരിനെ കൊണ്ട് ഉണ്ടാക്കിയത്. മുസ്ലിം ഭീകരതയാണ് ഞാൻ എതിർക്കാൻ. മുസ്ലിമിനെ എതിർക്കാൻ ഞാനില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവർ. ഇങ്ങനെയല്ല PC നിങ്ങൾ സ്ഥിരം പറയും. നിങ്ങൾ ഇപ്പം പറഞ്ഞ വെറും ഉടായിപ്പാണ്. നിങ്ങൾ മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അതായത് ഇന്ത്യയിലല്ല ലോകത്തുള്ള മുസ്ലിങ്ങൾ
മൊത്തം ഭീകരവാദികൾ എന്നാണ് PC ജോർജ് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. തന്നെയല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല, മുസ്ലിമാണ്. അതാണ് സത്യം PC. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് PCന്റെ ഓർമ്മക്കുറവല്ല PC, ഇത് ഇലക്ഷൻ ആയതുകൊണ്ടില്ല, ഇലക്ഷൻ ആയതുകൊണ്ടുള്ള മാത്രം ഓർമ്മക്കുറവാ PCക്ക്. ഇത് ഇയാൾ പറയുന്നത് ആത്മാർത്ഥതയോടുകൂടിയാണെന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതേ വായ കൊണ്ട്, ഇതേ കക്കൂസ് വായ കൊണ്ട് ഇയാൾ മുസ്ലിങ്ങളെ പറ്റി പച്ച വർഗീയത പറയും. നിങ്ങൾ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ എനിക്കുണ്ട്. പക്ഷേ അതിനകത്ത് ചില പുഴുക്കുത്തുകൾ ഉണ്ടായിരിക്കുന്നു. അത് പൊളിറ്റിക്കൽ ഇസ്ലാം. അവരെ ഇന്ത്യയെ പിടിച്ചടക്കണം. കേരളം 47-37 പിടിക്കുന്നു ഇവർ പറയുന്നത്. എന്തൊരു ബോധമാണ്. അങ്ങനെ പറഞ്ഞവരുടെ കൂടെ PC നിങ്ങൾ വേദി പങ്കിട്ടിട്ടുണ്ട്, അവരെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്, അവർക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ട്, അവരുടെ വോട്ട് വാങ്ങി PC ജയിച്ചിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് ഈ ബോധം ഉണ്ടായിരുന്നില്ലേ എന്റെ പൂഞ്ഞാറിയം PC? പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉള്ളതാണ്, പുഴുക്കത്തുകൾ. എല്ലാ വിഭാഗത്തിലും പുഴുക്കത്തുകൾ ഉണ്ടെന്ന്. അതായത് ക്രിസ്ത്യാനികളിലെ ഏറ്റവും വലിയ പുഴുക്കത്തുണ്ടല്ല നിങ്ങളും പിന്നെ നിങ്ങളെ സന്താനവുമാണ് എന്റെ പൂഞ്ഞാറിയം ജോർജ്. മറ്റുള്ള മതം പാടില്ല, ക്രിസ്ത്യാനിയെ കൊല്ലണം, ഹിന്ദുവിനെ കൊല്ലണം, മുസ്ലിം മാത്രം മതി. അങ്ങനെ പോകാവോ? അത് തെറ്റല്ലേ? അങ്ങനെ ഭീകരവാദം നടക്കുന്ന വിഭാഗക്കെതിരെ പറഞ്ഞപ്പോൾ അതിലെ ഈരാറ്റോട്ടിലെ മുസ്ലിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഒരു സമുദായത്തെ പറ്റിയും കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കാനാണ്. എല്ലാ മതസ്ഥരുമായിട്ട് അനുകൂലമായിട്ട് ഞാൻ നിന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കഴിഞ്ഞ ഇലക്ഷൻ 2021 മുസ്ലിം കമ്മിറ്റിയെതിരെ എൻ്റെ കുഴപ്പമില്ല, ഞാൻ അവരൊന്നും ചെയ്തിട്ടല്ല. SDP എന്ന് പറയുന്ന രാജ്യവിരുദ്ധ മുസ്ലിം സംഘടന, അവരുടെ പ്രവർത്തന ഫലമാണത്. അത് തന്നെയല്ല, എൻ്റെ കൂടെ ഞാൻ ഒരുത്തനെ പിടിച്ച് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആക്കി. അവൻ കൈക്കൂലി മേടിച്ചപ്പോൾ ഇവിടെ പിടിച്ച് അവൻ്റെ ചുക്കുരിക്കൊന്ന് കൊടുത്തിയാൻ അവൻ്റെ വൈരാഗ്യം. അതുപോലെ തന്നെ ഒരു 3 ഈരാറ്റോട്ടക്കാരനോടും ഉണ്ടായിരുന്ന ഒരു മൗലവിയ, അയാളെ 3 ഗർഭിണിയാക്കി, 3 പെണ്ണുങ്ങളെ അടി കൊടുക്കാതിരിക്കാൻ പറ്റും. ഇവനെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഈരാറ്റപ്പെട്ട വർഗീയത പറഞ്ഞാണ്, വർഗീയത ഉണ്ടാക്കിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എനിക്കെതിരായി. മനസാക്ഷിയുള്ള മുസ്ലിം സമൂഹം ഇപ്പോഴും എന്നോട് അനുകൂലമായും സ്നേഹത്തിലാണ് നിൽക്കുന്നത്. ഞാനോ തെറ്റിദ്ധരിച്ചിട്ടില്ല. അവർക്കറിയാം മുസ്ലിങ്ങൾക്ക് ഈരാറ്റുപേട്ട ഗുണമല്ലാതെ വല്ലതും ചെയ്തു. ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഗുണമല്ലാതെ ദോഷം എന്തെങ്കിലും ചെയ്തോന്നാണ് ഈ പൂഞ്ഞാറിയും ജോർജ് ചോദിക്കുന്നത്. എന്റെ പൂഞ്ഞാറിയും ജോർജ്, നിങ്ങൾ പൂഞ്ഞാറിനെ കുറിച്ച് പറഞ്ഞ വർഗീയ പരാമർശങ്ങൾ കേരളത്തിലെ സംഘികളെക്കാളും ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യയിലെ സംഘികളാണ്. നിങ്ങൾ പൂഞ്ഞാറിലെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞ ലൗജിയാദ് ആരോപണം ഉണ്ടല്ല, അത് ഏറ്റവും കൂടുതൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളത്തിലെ മുസ്ലിങ്ങളെ അപകീർത്തിപ്പെടുത്താനും ഉത്തരേന്ത്യയിലെ സംഘികൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പൂഞ്ഞാറിയും ജോർജ്, കേരളത്തെ ഭീകരവാദികളെ സംസ്ഥാനമായി ഉത്തരേന്ത്യ സംഘികൾ പറയുമുണ്ടല്ല, പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളുടെ പ്രസംഗമാണ് പൂഞ്ഞാറിയും ജോർജ്. എന്നിട്ട് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നല്ലത് മാത്രം ചെയ്ത പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് മൊത്തം ദോഷമായിരുന്നു ജോർജ്, മൊത്തം ദോഷമായിരുന്നു. നിങ്ങളിപ്പോ നിങ്ങളെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ഈ വീഡിയോയിലടക്കം നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് പച്ചക്കള്ളം മാത്രമേ പറയുന്നുള്ളൂ പൂഞ്ഞാറിയും ജോർജ്. അതായത് ന്യായീകരിക്കാൻ വന്നിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആ വർഗീയതയില്ലേ, മുസ്ലിം വിദ്വേഷമില്ലേ, അതിങ്ങനെ നുരഞ്ഞ് പുറത്ത് വന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. കാരണം അത്രമാത്രം വർഗീയത എന്ന, അത്രമാത്രം മുസ്ലിം വിദ്വേഷം എന്നുള്ള അഴുക്കിടില്ല നിങ്ങളുടെ ശരീരത്തെ ബാധിച്ച് അത് കാർന്ന് തിന്നാൻ തുടങ്ങി എന്റെ പൂഞ്ഞാറിയും ജോർജ്. അതുകൊണ്ട് സ്വന്തം വീട്ടിലെ സ്വന്തം കക്കുസിലിരുന്നിട്ടില്ല, അവിടെ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന മൊത്തം വർഗീയത അതുപോലെ അങ്ങ് പറഞ്ഞ് തൃപ്തി അടയന്റെ പൂഞ്ഞാറിയും ജോർജ്, തൃപ്തി അടയും. സത്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഫിലമെന്റ് കട്ടായിട്ടുള്ളൊരു സാധനം, ഈ ആവണക്കെണ്ണയിൽ കടവിറങ്ങിയവന്റെ നയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ, അത് ആ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. കാരണം ഈ നല്ല ജനിസിന് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിമിഷങ്ങൾ കൊണ്ട് വാക്കുകൾ മാറ്റി മാറ്റി പറയത്തില്ല. നല്ല ജനിസിന് ജനിക്കാത്തവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഈ ക്രൈസ്തവ മതത്തിന്റെ ഏറ്റവും വലിയ പുഴുക്കുത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പബ്ലിക് ക്ലോസറ്റും നമുക്കിത് ഈ അപ്പനെ മകനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. കാരണം ഇവരാണ് ഈ സമുദായത്തെ ഇത്രയധികം മോശപ്പെടുത്തിയിട്ടുള്ള 2-3 വ്യക്തികൾ. എന്ത് വൃത്തികെട്ട പരിപാടി ചെയ്യാനും ഒരു ഉളുപ്പും മടിയുമില്ലാത്ത കാണ്ടാമൃഗത്തിന്റെ തൊലിയെക്കാട്ടി കഷ്ടമായിട്ടുള്ള ഈ പൂഞ്ഞാറിന്റെ പബ്ലിക് ക്ലോസറ്റ് ഇപ്പൊ വന്നിരുന്നുണ്ട്. ഈ പൂഞ്ഞാറിലെ മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്ന ഒരു സ്നേഹവും ആദരവൊക്കെ കാണുമ്പോഴത്തേക്ക് മറ്റേ സഹോദരൻ പറഞ്ഞ കണക്ക് കണ്ണുനീര് ധാരധാരയായി അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഒരു സുഹിപ്പിക്കൽ അങ്ങോട്ട് ഉണ്ടാക്കി ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പം കുറച്ചോട്ടൊക്കെ എൻഡിഎക്ക് ഇങ്ങോട്ട് വരും എന്ന് ഈ മരക്കോമരൻ ഒരു പക്ഷെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും കേരളത്തിലെ പൊതുസമൂഹം നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചിട്ടുള്ള ഒരൊറ്റ മുസൽമാനായിക്കോട്ടെ, നല്ല ക്രൈസ്തവനായിക്കോട്ടെ, നല്ല ഹിന്ദുമത വിശ്വാസികളായിക്കോട്ടെ, ഈ പബ്ലിക് ക്ലോസറ്റിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രസമുണ്ടായിരുന്നല്ലേ ഈ ഒരു വീഡിയോ കാണാൻ. കണ്ട നിങ്ങൾ കൃത്യമായിട്ട് ഇതിനുള്ളൊരു കമന്റ് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രം ചിന്തിക്കുക.